ഹായ് കൂട്ടുകാരെ, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാഠത്തിൻ്റെ പേര് ചിറകു വിരിച്ച്. ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്. ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് സ്വന്തമായി കണ്ടെത്തി എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ തിരമാല. കപ്പല് കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഈ കവിതയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കവിത താളത്തിൽ ചൊല്ലൂ. അടുത്തത്, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? അതിൻ്റെ ചിത്രവും കൂടി പരിശോധിച്ചിട്ട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? വട്ടത്തിൽ ചവിട്ടുമ്പോൾ. സൈക്കിള് ചവിട്ടാൻ. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞ് അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പ യാത്രയാണ് പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിള് ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിള് ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിള് ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിള് ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. സൈക്കിളു ചവിട്ടാൻ. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം. എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ? ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ. ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ. ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ. എന്നാലെടുത്തോ പോയി വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി. ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി. ആഞ്ഞു കൂതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി. അവിടുന്നും ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനിയെന്തു ചെയ്യും? എടുത്തിട്ടു പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദിരനെന്ന്.
എവിടുത്തെ ചന്ദ്രൻ, മാനത്തെ ചന്ദ്രൻ, എവിടെ പോണം, ഭൂമി പോണം, എന്തിനു പോണം, സൈക്കിള് ചവിട്ടാൻ. പി രാമചന്ദ്രൻ്റെ ഈ രചന എവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രചനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങളൊന്ന് വായിക്കാം, ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. കവിത താളമിട്ട് ചൊല്ലാനാണ് ആദ്യത്തെ പ്രവർത്തനം. അടുത്തത്, നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? അടുത്ത ചോദ്യം, മൈക്കിളു ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയാനാണ്. അടുത്തത്, ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? ഒന്നാമത്തെ പാഠത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.